നന്മകൾക്കോരായിരം ചെയ്ത നന്മകൾക്കോരായിരം ചെയ്ത നന്മകൾക്കോരായിരം. അങ്ങനെ ചെയ്ത നന്മകൾക്കൊക്കെ തമ്പുരാനോട് ഞാൻ നന്ദി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്നറിയാമോ? നമുക്ക് അന്നു വേണ്ടുന്ന ആഹാരങ്ങൾ തന്നു, വസ്ത്രങ്ങൾ തന്നു, സന്തോഷം തന്നു, സമാധാനം തന്നു, ചിറകിൻ കീഴിൽ ഒതുക്കുന്നതിനായി 1000 നന്ദി. നിങ്ങൾക്ക് പറയാം കേട്ടോ, എനിക്ക് മാത്രമല്ല, ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി പറയാം തമ്പുരാനോട്. ചെയ്ത നന്മകൾക്കോരായിരം. എന്താണ് ഞാനിപ്പോൾ വന്നതെന്നല്ലേ? ഞാൻ വന്നത് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്, പാചകം കാണിക്കാൻ വേണ്ടി വന്നതല്ല. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതിനിടയിൽ നിങ്ങളോടൊപ്പം പാചകവും ചെയ്ത് കുറച്ച് പാചകവും പറയാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരു കാര്യമൊന്നും മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എല്ലാം കൂട്ടിക്കുഴച്ച് അവിയൽ, തോരൻ, കിച്ചടി, സാമ്പാർ, പച്ചടി, എരിശോലി, കൂട്ടുകറി, അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് ചോദിച്ചു വന്നതാണ് കേട്ടോ. ഓടി ഓടി പോകും. നമ്മുടെ ശ്രീധനത്തിൻ്റെ ബാക്കി, അങ്ങനെ കുറേ കഥകൾ എഴുതുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ശ്രീധനം വാങ്ങണം വേണ്ടയോ ഇത് നിങ്ങൾ തീരുമാനിച്ചു. ശ്രീധനം വാങ്ങിയിട്ട് എന്ത് ഗുണം? അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? ആരോഗ്യമുണ്ടെങ്കിൽ കഷ്ടപ്പെടാം, വിയർപ്പൊഴുക്കാം, സമ്പാദിക്കാം. ശ്രീധനം കൊണ്ട് എന്താണ് നമുക്ക് ഫലം? അടിയും വഴക്കും അല്ലേ, വെട്ടും കുത്തും കൊലയും ഒക്കെ അല്ലാതെ എന്താണ് അതിലൊരു ഗുണം? മരിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും? ജനിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുന്നു? ഒന്നും കൊണ്ടുവരില്ല. ഒരു ഉടുതുണി പോലും ഇല്ലാതെയാണ് ജനിച്ചു വീഴുന്നത്. മരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഓർത്താൽ നല്ലത്. വേണമെങ്കിൽ ഓർത്താൽ മതി, എനിക്ക് നിർബന്ധമില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്. സ്ത്രീധനം കിട്ടാഞ്ഞിട്ടടി, സ്ത്രീധനം കിട്ടിയിട്ടടി, തികയാതെ അടി, തികഞ്ഞിട്ടും അടി. ഇത് തന്നെയാണ്. എന്തിനാണ് സ്ത്രീധനം കിട്ടിയിട്ട്? എന്തിനാണ്? ഒരു കല്യാണം കഴിച്ചാൽ ഒരു ഹിന്ദുക്കളാണ്, ശരി, ഹിന്ദു മതത്തിലാണ് ഒരു കല്യാണം കഴിയുന്നതെങ്കിൽ ഒരു മാല, ഒരു താലിക്ക് പോരെ. നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ കഴുത്തിൽ ഒരു ചടങ്ങിന് വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, ഒരു താലിമാല, ഒരു 5 പവനോ അല്ലെങ്കിൽ ഒരു 3 പവനോ, ഓക്കെ, കഴിഞ്ഞു. ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ പെൺകുട്ടികളായിരുന്നവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കമ്മൽ, 4 വള അല്ലേ, 5 മോതിരം, ഒരു ബ്രേസ്ലെറ്റ്, ഒരു പാദത്തിൽ, ഒരു നെക്ലസ്, ഒരു മാലയുടെ കൂടെ ഒരു നെക്ലസ് കൂടെയൊക്കെ ആഡംബരമൊന്നുമില്ല. ഇത്രയും പോരെ. ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇടുന്ന ആഭരണങ്ങളെല്ലാം ഒന്ന് ലോക്കറിൽ വെക്കുകയല്ലേ. പിന്നെ കൊടുത്തില്ലെങ്കിൽ അടി, കൊടുത്താൽ അടി. പല പല വിഷയങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തില്ലെങ്കിൽ ഭർത്താവ് അടി, അങ്ങോട്ടടി ഇങ്ങോട്ടടി. ബന്ധങ്ങൾ സന്തോഷമില്ലാത്ത ജീവിതമായി തീർന്നുകൊണ്ടിരിക്കുക. ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് കുട്ടികൾ മരണപ്പെടും. എന്താണ് കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഇറങ്ങുന്ന കാറ് വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിൽ, കാറ് വാങ്ങിച്ച് കൊടുത്താൽ, കാറ് വാങ്ങിച്ച് കൊടുത്താൽ
കാറ് ചെറുതായിപ്പോയി, വലിയ കാറിൻ്റെ കീഴിലാകുന്നത് ശരിയല്ലേ? പാവപ്പെട്ട കുടുംബങ്ങളിലൊന്നും പോയി നോക്കിയാണ് അവിടെ ഒരടിയുമില്ല, സ്ത്രീധനത്തിന് വേണ്ടി ഒരടിയുമില്ല. മനസ്സിലായില്ലേ? സ്ത്രീധനത്തിന് വേണ്ടി ഒരടിയുമില്ല. അവരുള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുന്നു. അപ്പോൾ സ്ത്രീധനം വേണമോ വേണ്ടേ? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എന്തിനാണ് കേട്ടോ സ്ത്രീധനത്തിന് വേണ്ടി അടിയിടുന്നത്? സ്ത്രീധനം ചോദിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പെണ്ണ് കാണാൻ പോവുക, പെണ്ണിനെ കാണുക, ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് ഞങ്ങൾക്ക് തരും, അത് സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, അങ്ങനെ പറയണം. അതാണ് ആണത്വം. അല്ലാതെ പെണ്ണിന് എന്ത് കൊടുക്കും, പെണ്ണിന് എന്ത് തരും, പെണ്ണിന് ഇത്ര വേണം, പെണ്ണിന് അത് വേണം, ഇത് വേണം. പെണ്ണ് കൊള്ളാമോ, പെണ്ണിൻ്റെ സ്വഭാവം കൊള്ളാമെന്ന് മാത്രം നോക്കിയാൽ പോയി. ഉള്ളതും ഓണം പോലെ ജീവിച്ചാൽ പോയി. ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോകാത്ത പെൺകുട്ടികൾ ചുരുക്കമാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും ജോലി ഉണ്ടെങ്കിൽ സാമാന്യം ജീവിക്കാമെന്നുള്ളതേ ഉള്ളൂ. സ്ത്രീധനം മേടിച്ച് ജീവിതം കെട്ടിയ മൂന്നിലവർ എന്നെ കോഞ്ഞാട്ടാക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മേടിക്കാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതെൻ്റെ ചോയ്സല്ല. എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചിലവര് ഒരു വീഡിയോ കണ്ടിട്ട്, ഞാൻ ഒരു വീഡിയോ 2-3 വീഡിയോ കണ്ടെങ്കിലും മെയിനായിട്ടൊരു വീഡിയോയിൽ കണ്ടപ്പോഴാണ് എനിക്കിത് പറയണമെന്ന്. ചിലവരുണ്ടല്ലോ വീഡിയോയിൽ പബ്ലിസിറ്റി ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്നും പബ്ലിസിറ്റി ആക്കിയില്ലല്ലോ, എനിക്കൊന്നും ചാനലിൽ വരാൻ പറ്റുന്നില്ലല്ലോ, എനിക്കൊന്നും യൂട്യൂബ് ചാനലിൽ കയറാൻ പറ്റുന്നില്ലല്ലോ, എന്നെ 4 പേര് അറിയുന്നില്ലല്ലോ. ഒരാൾ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഒരു സുഖമില്ലായ്മ വന്നാൽ, എന്തെങ്കിലും കാരണത്താൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുമ്പോൾ ചാനലുകാർ വരുമ്പോൾ ഉണ്ടല്ലോ, അവിടെ സങ്കടമല്ല വരുന്നത്. അവിടെ വരുന്നത് എന്താണെന്ന് അറിയാം, ചിരിച്ചുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് മേക്കപ്പ് ഇട്ട് ഒരുങ്ങി ചിരിച്ചുകൊണ്ട് നിന്നാണ് അവർ സംസാരിക്കുന്നത്. അവിടെ സങ്കടം വരുന്നില്ല. സങ്കടം അഭിനയിക്കണമോ എന്നാണ് അവർ ചോദിക്കുന്നത്. യഥാർത്ഥ കണ്ണുനീര് മനസ്സിലുണ്ടെങ്കിൽ, യഥാർത്ഥ സ്നേഹം ആ വ്യക്തിയോടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ചാനലല്ല ഏത് മീഡിയ വന്നാലും നമ്മുടെ കണ്ണീന്ന് അറിയാതെ ഒഴുകും കണ്ണീര്, അല്ലേ? കണ്ണുനീരൊഴുകും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത്ര ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. വ്യാപാരമില്ലാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോകും. എത്ര നമ്മൾ കരയണ്ട എന്ന് ശ്രമിച്ചാൽ പോലും, അല്ലെങ്കിൽ മീഡിയയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണും മോശമാണ് എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ കരഞ്ഞു പോകും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ആഴം അത്രയേറെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ചക്കരയെ തേനയെ പാലയെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അവരെ കാണാതെ ആകുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ, നമ്മൾ ആ ആത്മാർത്ഥത നമ്മുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുനീര് വരും. അല്ലാതെ ചിരിച്ച് കുഴഞ്ഞ് മേക്കപ്പ് ഇട്ട് ഒരു സ്റ്റൈലും കാണിച്ച് നഷ്ടപ്പെട്ടു പോയി പ്രതീക്ഷിക്കുന്നു, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, എല്ലാം പ്രതീക്ഷയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇനി വരുമോ വരില്ലെങ്കിൽ പ്രതീക്ഷയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. ഇങ്ങനെയൊക്കെയാണോ ഒരു മനുഷ്യർ പറയുന്നത്? അല്ല, നമുക്കൊക്കെ താങ്ങാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കുറേ വർഷങ്ങളെടുക്കും നമുക്ക് അതിൽ നിന്ന് നമുക്കൊന്ന് എന്താണ് പറയുന്നത്, നമ്മളൊന്ന് മുന്നോട്ട് വരാനായിട്ട് കുറേ വർഷങ്ങളെടുക്കും. നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ അത് മാഞ്ഞു പോകാനായിട്ട്. നമ്മൾ കഴിക്കാൻ ഒരു ഭക്ഷണം എടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അവരെ നമുക്ക് ഓർമ്മ വരും, അല്ലേ? എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? സ്നേഹമെന്ന് പറയുന്നത് അങ്ങനെയാണ്, കാശ് കൊടുത്താൽ കിട്ടത്തില്ല. ചിലവരങ്ങനെ അല്ല കേട്ടോ. അങ്ങനെ അഭിനയിക്കുന്ന കുറേ ആൾക്കാർ, അവർക്ക് ഇങ്ങനെയെങ്കിലും ഒരു മീഡിയക്കാർ വന്നല്ലോ, ഇങ്ങനെയെങ്കിലും 10 ചാനലുകാർ എൻ്റെ വീട്ടിൽ വന്നല്ലോ, ഞാനൊന്ന് ഫേമസ് ആയല്ലോ, 4 പേര് അറിയപ്പെട്ടത്. അതുകൊണ്ട് എന്താണ് ഗുണം? സോഷ്യൽ മീഡിയയിൽ 4 പേര് അറിഞ്ഞിട്ട് എന്താണ് ഗുണം? ഒരു ഗുണവുമില്ല. നാട്ടുകാർ സഹായിച്ചാൽ പരാതി പറയും, പിന്നെ കുറഞ്ഞു. സമയത്ത് ദൈവം തന്നാലേ, ദൈവത്തിൻ്റെ വാതിൽ തോന്നാനുണ്ടല്ലോ, അത് കുറഞ്ഞും പോക്കില്ല, കണക്കും പറയുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ പ്രയോഗിച്ചാലേ ഒരിക്കലും കുറഞ്ഞു പോകില്ല. ആ സമ്പത്തിങ്ങനെ ഒഴുകിക്കൊണ്ടേ, കണക്കും പറയുകയും ചെയ്യില്ല. മനുഷ്യർ തന്നാലേ കണക്ക് പറയുകയും ചെയ്യും. എപ്പോഴെങ്കിലും ഒരിക്കൽ കാണുമ്പോൾ പറയാം, ഞാൻ കൊടുത്തിട്ടാണ് അവളെന്ന് സന്തോഷമായിട്ട് സൂചിച്ചിരിക്കുന്നതെന്ന് പറയും. അതാണ് അത് 1 രൂപയായാലും 1 ലക്ഷം ആയാലും 1 കോടി ആയാലും. അങ്ങനെ പറയാത്തവരും ഉണ്ട് കേട്ടോ.
ഇത് ചെവി അറിയാതെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും ഏറെക്കുറെ ആൾക്കാർ അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മനുഷ്യർ കുറച്ചൊന്ന് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്യാനുണ്ട്. പിന്നെ സ്കൂളുകളിൽ, ഞാൻ ഈ അടുത്ത സമയത്ത് സ്കൂളുകളിൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി. സ്കൂളുകളിൽ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മമാർ കുറച്ച് നിമിഷം അവരോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യണം. സമയം ചെലവഴിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവരെ മനസ്സിലുള്ളത് കുട്ടികൾ പറയും കേട്ടോ. ഇപ്പോൾ കുട്ടികൾ പലതരം രീതിയിൽ വഴിതെറ്റുന്നു. അങ്ങനെ ഒരു കുട്ടി, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചൊരു കാര്യം എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്. നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടികളെ പോലും വഴിതെറ്റിക്കുന്ന കാലമാണ്. എന്തിനെങ്കിലും അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതില്ലാതെ പറ്റത്തില്ല മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ സൈക്കോയാവും, പിന്നെ പലതരം വിഷയങ്ങൾ അകപ്പെടും. അതിനൊക്കെ അകപ്പെടുന്നതിന് മുമ്പ് അമ്മമാർ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അമ്മമാർക്ക് ഒരു ഫോൺ പോയി പറയും, അച്ഛന്മാർക്ക് ഒരു ഫോൺ പോയി പറയും, മക്കൾക്ക് ഒരു ഫോൺ പോയി പറയും. അങ്ങനെ ആകരുത്. നിങ്ങൾ കുറച്ച് നിമിഷമെങ്കിലും കുട്ടികളോടൊക്കെ സമയം ചിലവഴിച്ച് അവരുടെ മനസ്സിലുള്ളത് കേട്ട്, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായോ, സ്കൂളിൽ പോയപ്പോൾ ഇന്നൊക്കെ എന്തൊക്കെയാണ് വിഷയങ്ങളായിരുന്നു, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾ വഴിതെറ്റാതെ നമ്മളോടൊപ്പം വരും. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കും കുട്ടികൾ വളർന്നല്ലോ, ഇനി അവർ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് എല്ലാ കഥയും അറിയാമെന്നല്ല. കഥയും അറിയില്ല, എല്ലാ കഥയും അറിയുന്നതാണ് കുഴപ്പം. എല്ലാ കഥയും അറിയാതിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് കുഴപ്പം. എഴുതെറ്റി പോകുന്നു. മനസ്സിലായില്ലേ? പിന്നെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞതിനേക്ക് അയ്യോ ഇങ്ങനെ അതും സംഭവിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യമേ അത് മനസ്സിലാക്കണം. പ്രയാസം വന്നു കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വന്നു കരഞ്ഞിട്ടോ ഒരു ചാനലുകാരെ വിളിച്ച് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ തന്നെയാണത് നോക്കേണ്ടത്, വരാതിരിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഹാപ്പിയായിട്ട് അടിച്ചു പിടിച്ച് ജീവിക്കുക. ഉള്ളത് കൊണ്ടോണം പോലെ. ആഗ്രഹം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അത് ചിലപ്പോൾ സാധിക്കാൻ പറ്റും, ചിലർക്ക് സാധിക്കാൻ പറ്റും. ഉള്ളത് കൊണ്ടോണം പോലെ ജീവിക്കുക. പിന്നെന്താണ് പറയാനുള്ളത്? ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് വേറൊന്നും പറയാനൊന്നുമില്ല. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആത്മഹത്യ എന്നൊരു പരിഹാരം ഒരു കണ്ടെത്തുകയാണ്. ഇതാണ് പറയുന്നത്. അതൊന്നും ഒരു കാര്യമില്ല. മരിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടാൻ പോകുന്നു? ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പം മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് മരിക്കാതിരിക്കാം, എങ്ങനെ മരിക്കാതിരിക്കാം എന്ന് കണ്ടെത്തും. അതിനുള്ള വഴി ദൈവം തുറന്നു തരുമ്പോൾ നമ്മൾ ആ പാതയിലേക്ക് പോകണം. മനസ്സിലായില്ലേ? ദൈവം വഴി കാണിച്ചു തന്നിട്ടും വഴി തുറന്നു തന്നിട്ടും നമ്മൾ പോകാതെ വന്നിട്ട് പിന്നെ ദൈവത്തിന് കുറ്റം പറഞ്ഞ് യാതൊരു കാര്യമില്ല. എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. നമ്മളെന്താണെന്ന് അറിയാം.
ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആദ്യമേ എല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആദ്യം അതിനകത്ത് കയറണം. കയറിയിട്ട് കുറച്ചായിട്ടേ ഓരോന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സ് വായിച്ചെടുക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ പ്രവൃത്തി മനസ്സിലാക്കാൻ ഇന്നത്തെ ജനറേഷനിൽ പറ്റില്ല. അവരെ സ്നേഹിക്കണം, അടുക്കണം, കുറച്ചായിട്ട് അവരോട് ഇടപഴകണം. അപ്പം നമുക്ക് മനസ്സിലാവും അവരുടെ പ്രവൃത്തി എന്താണെന്ന്. അത് മനസ്സിലാക്കിയിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു, അല്ലേ? ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് വെച്ചോ. ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് രാമായണം ഫുള്ള് വായിച്ച് മനസ്സിലാക്കിയിട്ട് ക്ഷേത്രത്തിൽ തൊഴാൻ പോകാമെന്ന് വിചാരിച്ച ഒരു കാലത്ത് നടക്കത്തില്ല. വായിക്കാൻ അറിയാത്തവരുണ്ട്, അല്ലേ? കണ്ണ് കാഴ്ചയില്ലാത്തവരുണ്ട്, പഠിപ്പറിവില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഇത് വായിക്കാൻ പറ്റില്ല. എന്ത് വചനം, ബൈബിൾ വചനമായാലും ശരി, അല്ലെങ്കിൽ രാമായണമായാലും ശരി, വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് പോയി തൊഴും, അല്ലേ? അല്ലെങ്കിൽ യേശുവിനെ വിളിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകും. നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് വരുമ്പോൾ കുറച്ചായിട്ട് നമ്മൾ രാമായണം വായിക്കും, അല്ലെങ്കിൽ ബൈബിൾ വചനം വായിക്കും. വായിച്ച് ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മളത് പഠിച്ച് മനസ്സിലാക്കിയാണ് നമ്മുടെ ഉള്ളിൽ വചനം നമ്മൾ കയറ്റുന്നത്. അല്ലാതെ ആദ്യമേ നമ്മൾ രാമായണോ ബൈബിളോ വായിച്ച് മനസ്സിലാക്കിയിട്ട് അമ്പലത്തിലോ പള്ളിയിലോ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് നടക്കട്ടെ കേസ്. ദൈവം അനുഗ്രഹിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അനുഗ്രഹിക്കും. അത് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ പോകുന്നതിന് അന്നായിരിക്കും നമ്മളെ ദൈവം കൊടുക്കുന്നത്. അതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഹൃദയം ശുദ്ധീകരിച്ച് നല്ല കുട്ടികളായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അതെന്ത് കാര്യം തന്നെയായാലും ദൈവം നമുക്ക് സന്തോഷപൂർവ്വം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ഈ പറഞ്ഞോണം എല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യം കൊണ്ടുപോകും. രാമായണം എല്ലാം വായിച്ച് ഫുള്ള് രാമായണത്തിൻ്റെ സെൻറ്റൻസ് ഫുള്ള് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ദൈവത്തിനെ പോയി കാണാമെന്ന് വിചാരിച്ചിരുന്ന വാർദ്ധക്യം കൊണ്ടുപോകും. പിന്നെ നമുക്കൊരു കാലത്തും അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ പാപം ചെയ്യാതെ കണ്ട് ഹൃദയം ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെന്ത് കാര്യം തന്നെയായാലും അത് ദൈവം നിറവേറ്റി തരുമെന്നാണ് എനിക്ക് പറയാൻ. കേട്ടോ? അത് നിങ്ങളീ പറയും പോലെ നിങ്ങൾ ചിലരെങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അത് അറിവില്ലായ്മയാണ്. നമുക്ക് പെട്ടെന്നൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നു. നമ്മളിപ്പോൾ ഈ പറഞ്ഞോണം ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നപ്പോൾ നമ്മൾ കരഞ്ഞ് വിളിക്കുകയാണ്. ഏത് ദൈവമൊന്നുമില്ല, ദൈവമേ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വിളിക്കുന്നത് ചിലപ്പം അയ്യപ്പനെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളെ അനുഗ്രഹിക്കുന്നത് യേശുവായിരിക്കാം. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് യേശു അവിടെ തൊടാമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ മരണപ്പെട്ടു പോകും, അല്ലേ? അതുകൊണ്ട് അങ്ങനെ അറിവില്ലായ്മയാണ് ഇതല്ല. അതിനൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ദൈവത്തിനെ ആദ്യം നമ്മൾ അറിയണം. അത് നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിനെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് അങ്ങനെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. വാർത്തയ്ക്ക് കൊണ്ടുപോകാറാവുമ്പോൾ നമ്മളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഇത്രയും ദിവസത്തിനിടയിൽ വീണ്ടും കുറഞ്ഞോ എന്ന് സംശയം.
എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുള്ളൊരു കറിയാണ്. ഞാൻ പറഞ്ഞില്ല, അവിയലും ഓരോ കിച്ചടിയും പച്ചടിയും കൂട്ടുകറിയും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഇതുപോലെ കൂട്ടിക്കുഴച്ചൊരു കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. വല്ലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കണം കേട്ടോ. എന്നും പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, കൂട്ടിക്കുഴച്ചുള്ള കറികളൊക്കെ ഉണ്ടാക്കും ആൾക്കാർ. കാരണം പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണ്. അപ്പം കഷ്ടപ്പാടും പട്ടിണിയും ദുരിതവും ഒക്കെ ആയതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ച ആൾക്കാരുണ്ട്, ഒരുപാട് പേര്. അപ്പം അന്നൊക്കെ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ കൂട്ടിക്കുഴച്ചുള്ള കറിയൊക്കെ വെച്ചു. ഇതിനാണല്ലോ മീൻ ഫ്രൈ ചെയ്യാം. പാചകം എന്ത് വെറൈറ്റിയും പരീക്ഷിച്ചു. തിരിഞ്ഞ് കഴിക്കാത്തത് എന്തും ഞാൻ കഴിക്കും. അതുകൊണ്ട് എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പഴയ കാലത്തെ കുറേ കറികൾ കാര്യങ്ങൾ അതിനോടാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ. ഓൾഡ് വസ്ത്രം എടുപ്പിക്കുന്നുണ്ട്, ഓൾഡ് വസ്ത്രം ഇങ്ങനത്തെ മോഡൽ വസ്ത്രം, ഇതൊക്കെ എൻ്റെ ഭയങ്കര ബിസിനസ്സാണ്, ഇഷ്ടം കൂടുതൽ. ഓക്കെ, ഞാനല്ലയോ കാലങ്ങും നടന്നിരുന്നേ കാലുവരയിൽ കൈവിടുകയില്ല ഞാൻ. കാലുവരയിൽ കൈവിടുകയില്ല ഞാൻ.
യേശുവത്തെ ഞാനവൻ കരങ്ങളില്ല നടക്കുന്ന യേശുവത്തെ ഞാനവൻ കരങ്ങളില്ല ശ്രദ്ധിക്കില്ല എന്റെ നന്മയ്ക്കായ എന്റെ രക്ഷയ്ക്കായ കടന്നിടുമ്പോ മണക്കുന്നേശുവത്തെ ഞാനവൻ കരഞ്ഞില്ല മണക്കുന്നേശുവത്തെ അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് പറയാനാണ് ഞാൻ വന്നത്. അവിയലും സാമ്പാറും കൂട്ടിക്കുഴച്ചൊരു കഥ പറയാനാണ് വന്നത്. ആ കഥ ഞാൻ പറഞ്ഞു. നിങ്ങൾ എത്ര പേരിത് ഉൾക്കൊള്ളുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ കൂടെ കേട്ടിട്ട് ഇവിടെ കൂടെ കളയുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. കളയാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വാക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കാം. കാരണം എന്ന് പറയുന്നത് സ്ത്രീധനം ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീധനം നമുക്ക് ദുരന്തം മാത്രമേ ഉണ്ടാക്കൂ, ഉരുൾപൊട്ടതുപോലെ അല്ലേ. പിന്നെ മരണം നശിച്ചു പോകും, ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. കാരണം നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ജീവിച്ചില്ലേ. അപ്പോൾ വാർദ്ധക്യം കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ വാർദ്ധക്യം കൊണ്ടുപോകുന്നതിന് മുമ്പ് സന്തോഷങ്ങൾ കണ്ടെത്തണം. വാർദ്ധക്യം കൊണ്ടുപോകാൻ സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാമെന്ന് വിചാരിച്ച ഒരു കാലത്ത് നടക്കാത്ത കേസാണ്. അപ്പോൾ പിന്നെ വെള്ളം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. വെള്ള എന്ന് പറയുന്ന ഒരു സാധനം വേണം. അതില്ലെങ്കിൽ ഒരിടത്തും വിലയുമില്ല, ജീവിതവും. അപ്പം വെള്ളം ഉണ്ടാക്കാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക. ഓക്കെ, പിന്നെ എന്താണ്, നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഓക്കെ, ഇതെൻ്റെ അച്ഛൻ പറയും ഈ വാക്ക് എപ്പോഴും. അപ്പോൾ അതാണ് സത്യം. എവിടെ, എങ്ങനെ, എപ്പോൾ. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ഏറ്റെടുക്കുക. ബൈ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഓക്കെ.